എന്നാലും എൻ്റെ സരിതേ, ഇത് എന്നെ ഏർപ്പാടായി പോയെന്നേ. ഒരു മരുന്ന് വെച്ചുള്ള കോപ്പർട്ടി ഇടാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ ആദ്യമേ തന്നെ ഒരു സ്കാനിങ്, പിന്നെ ഒരു അനസ്തേഷ്യ, പിന്നെ DNC, അത് കഴിഞ്ഞു ഒരു സ്കാനിങ്. ഇതൊക്കെ കഴിഞ്ഞിട്ടോ വേദനയും മാറുന്നില്ല, ബ്ലീഡിങ്ങും നിൽക്കുന്നില്ല. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ 3500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇത് മേടിച്ച് നമുക്ക് അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി ഇട്ടിരുന്നെങ്കിൽ അവരിത് ചെയ്ത് തന്നേനെ. ഇതിപ്പം ചെയ്തിട്ടോ എൻ്റെ വേദനയ്ക്കൊന്നും ഒരു കുറവില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയത്. അയ്യോ ആണോ ചേച്ചി, എനിക്കാണെങ്കിൽ അങ്ങ് വേദന എടുക്കുന്നു. ഞാൻ അതിനുകൊണ്ടായിരുന്നു വന്നത്. എനിക്ക് തോന്നി ഇനി വല്ല ഇൻഫെക്ഷനും ആയോന്ന്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലായിരുന്നു. എന്തോ ഇനി. പ്രീതാമേ, ഇവരെ അങ്ങോട്ടൊന്ന് വിളിക്കാവോ? രാജി പറയുന്നത് ഞാൻ കേട്ടു. എല്ലാ ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിക്കൽ പ്രാക്ടീസാണ്. ഒരു ഡിവൈസ്, അത് ഒരു ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ഡിവൈസ്, സാധാ കോപ്പർട്ടി ഇടുന്നതിന് ഒരു പ്രയാസവും ഇല്ല. പീരീഡിൻ്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം വരുന്നു, നമുക്കത് യൂട്രസിൻ്റെ ലെങ്ത് നോക്കി, ക്യാവിറ്റിയുടെ ലെങ്ത് നോക്കി ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഹോർമോൺ അടങ്ങിയിരിക്കുന്ന ഒരു മരുന്നാണ്. ഇത് ഇടുന്നതിന് മുന്നേ യൂട്രസിൻ്റെ ഉൾവശം കുണ്ടും കുഴിയും ഉള്ളതാണോ, എന്തെങ്കിലും മുഴ അകത്തേക്ക് തള്ളി നിപ്പുണ്ടോ, അല്ലെങ്കിൽ ഒരു പോളിപ്പുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അതിനാണ് പ്രൊസീജിയറിന് മുന്നേ സ്കാൻ ചെയ്യിക്കുന്നത്. പിന്നെ പ്രൊസീജിയർ എങ്ങനെ പച്ചയ്ക്ക് ചെയ്യും? DNC ചെയ്യാതെ യൂട്രസിൻ്റെ ഉൾവശത്തുള്ള എൻഡോമെട്രിയൽ തിക്നെസ് കൂടി നിൽക്കുന്നത് ചുരണ്ടി മുഴുവനായിട്ടും നീക്കം ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഹോർമോൺ കണ്ടെയ്നിങ് ഡിവൈസ് അകത്ത് വെക്കാൻ പറ്റുക? അത് പച്ചയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെ അതുപോലെ ബദ്ധശത്രുക്കൾ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി ശത്രുതയുള്ളവർ പോലും അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇട്ടതിന് ശേഷം 1 മാസം കഴിയുമ്പം ഉറപ്പായിട്ടും ഈ ഡിവൈസ് നമ്മൾ ഇട്ട സ്ഥലത്ത് തന്നെ ഉണ്ടോ, അതോ ഉരുണ്ടത് താഴെ വന്നിട്ടുണ്ടോ എന്നുള്ളതും റൂൾ ഔട്ട് ചെയ്യണം. ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം. അതിനാണ് 3-ാമത് വിസിറ്റിൽ വരുമ്പോഴത്തേക്കും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പകരം ഗുളികകളുണ്ട്, ഹോർമോൺ ഗുളികകളുണ്ട്. നമുക്ക് താൽക്കാലികമായിട്ട് പീരീഡ്സ് നിർത്തി വെക്കാനും വരാതിരിക്കാനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഗുളികകളുണ്ട്. പക്ഷേ ഗുളികകളെല്ലാം കോസ്റ്റ്ലിയാണ്. മാത്രമല്ല, ഒരു ഗുളിക കഴിക്കുമ്പോൾ അത് നമ്മുടെ ലിവറിൽ, കിഡ്നിയിൽ, മറ്റ് അവയവങ്ങളിലെല്ലാം രക്തത്തിലൂടെ ചെന്നിട്ടാണ് എവിടെയാണോ അസുഖമുള്ളത്, എവിടെ അസുഖമുള്ളത് യൂട്രസിൽ, ആ അവയവത്തിൽ അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് അസുഖമുള്ള ഏത് അവയവമാണോ അതിൽ മരുന്ന് വെക്കുന്നതാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ. സോ എന്തുകൊണ്ടും ഗുളികയേക്കാൾ നല്ലത് യൂട്രസിനുള്ളിൽ വെക്കുന്ന ഈ തരത്തിലുള്ള ഹോർമോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള IUCDs തന്നെയാണ്. പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഏതൊരു ചികിത്സാ രീതിയും ഫലവത്തായി കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാലതാമസം എടുക്കും. അതൊരു ഫോറിൻ ഡിവൈസാണ്. അതിനെ പുറന്തള്ളാൻ യൂട്രസ് ഉറപ്പായിട്ട് ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെയിനും പൊടിച്ചിലുകളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊരിത്തിരി വെയിറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു 3 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. ഇനി അതിനുശേഷവും ബ്ലീഡിങ് വരികയാണെങ്കിൽ തന്നെ ഒരിക്കലും നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഹെവി ബ്ലീഡിങ്ങോ വേദനയോ ഉണ്ടാകത്തുമില്ല. സംശയിക്കാതെ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്, ഗിവ് ഇറ്റ് സം ടൈം, എല്ലാം ശരിയാവും. ഓക്കെ.